ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം ശക്തമായി ഭദ്രമായി നിലനിർത്തുന്നതിനു വേണ്ടി സൂഫി പണ്ഡിതന്മാർ, സൂഫികൾ അവരിൽ നിലനിർത്തിയിരുന്ന ധാരാളം രീതികൾ നമുക്ക് ചരിത്രത്തിലും രചനകളിലും അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയും. ഈ രീതികളെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമ്പൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പലരും ഇത് ഉപയോഗിച്ചിരുന്നത്. ധാരാളം ടെർമിനോളജികൾ സൂഫി ഗ്രന്ഥങ്ങളിലും അവരുടെ വാക്കുകളിലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിരുന്നത് ഒന്ന് ജിഹാദ് എന്നുള്ള പദം തന്നെയാണ്. കാരണം മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയുന്ന സ്വന്തത്തോടുള്ള സമരം അവരുടെ പ്രധാന ഭാഗമായിരുന്നു. ജിഹാദ് എന്നത് കാലികമായ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ജീവിത രീതികളെ, ഇസ്ലാമിൻ്റെ ചിന്തകളെ ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ട് അവർ നിലനിൽക്കുന്ന പ്രദേശവുമായും കൂടി ബന്ധപ്പെട്ടാണ് അവർ മുജാഹദത്തുൻ നഫ്സ് അല്ലെങ്കിൽ ജിഹാദ് പോലുള്ള പദപ്രയോഗങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത്. ഒരു തരത്തിൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, ആ പ്രദേശത്തിൻ്റെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്ന മുജാഹിദീകളായിരുന്ന ഒരു ചരിത്ര കാലവും കൂടി അവർക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. റഷ്യ പോലുള്ള തുർക്കി, സെൻട്രൽ ഏഷ്യൻ, ഇറാൻ, പേർഷ്യൻ പോലുള്ള പല ഭാഗങ്ങളിലും ഈ സൂഫി ത്വരീഖത്തുകൾ സൂഫി വാരിയേഴ്സായി, സൂഫി പോരാളികളായി മാറിയ ചരിത്രവും കൂടി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരുടെ രചനകളിൽ ജിഹാദ് പ്രധാനമായ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. ഒന്നുകിൽ സ്വന്തം ശരീരത്തോട് പോരാടുക, അല്ലെങ്കിൽ ഇച്ഛകളോട് പോരാടുക, തങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യങ്ങളോട് പോരാടുക. ഇവിടെ ശത്രുവിനോട് പോരാടുന്നത് തങ്ങളുടെ ഇച്ഛയോട് പോരാടുന്നതിൻ്റെ പര്യായമായി കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ജിഹാദ്, മുജാഹദത്തുൻ നഫ്സ്, അതുപോലെ തന്നെ സുഹുദ്, ഒരു തരത്തിലുള്ള പരിത്യാഗം. സുഹുദ് എന്നുള്ളത് ഇവിടെ പരിത്യാഗം എന്നത് പലപ്പോഴും അവർ കൈകാര്യം ചെയ്തിരുന്നത് ലൗകിക ജീവിതത്തോടുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരാശയം അവിടെ പലപ്പോഴും കടന്നു വന്നിരുന്നു. സാധാരണ സുഹുദ് എന്നതുകൊണ്ട് പലപ്പോഴും സംശയിക്കപ്പെടാറുള്ളത് ജീവിതത്തിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് അത് അലൗകിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല. കാരണം സുഹുദ് എന്നതും ഒരു ത്യാഗമാണെങ്കിലും ഒരു മാനസികമായവും ശാരീരികവുമായ തരത്തിലുള്ള ഒരു ത്യാഗത്തെ അവർ മുന്നോട്ട് വച്ചിരുന്നു. അത് പടച്ചവന് വേണ്ടിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയും ഇസ്ലാമിനും അവർ ജീവിക്കുന്ന ഭാഗത്തെ മുസ്ലിമിനും വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സുഹുദ് അവർ ഈ പറയുന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇസ്ലാം, റസൂൽ, അള്ളാഹു, നിലനിൽക്കുന്ന മുസ്ലിം സമൂഹം, അതിനും വേണ്ടിയും കൂടിയുള്ള ഒരു ത്യാഗം എന്നൊരർത്ഥത്തിലേക്ക് സുഹുദിനെ അവർക്ക് ചേർത്ത് വെക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സുഹുദ് പലപ്പോഴും ജിഹാദുമായും കൂടി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു അർത്ഥവും കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ജിഹാദ്, അതുപോലെ സുഹുദ് എന്നതിൻ്റെ കൂടെ തന്നെ സ്വബർ, അതായത് സ്വബർ എന്ന് പറയുന്ന സ്ഥൈര്യം എന്നുള്ള അർത്ഥത്തിലേക്കും ക്ഷമ എന്ന് പറയുന്ന പലതരത്തിലുള്ള അർത്ഥത്തിലേക്കും സ്വബറും അവരുടെ ചിന്തകളിലെ ഇതിൻ്റെ പ്രധാന ഭാഗമായി മാറുന്നത് കാണാൻ കഴിയും. ഈ സ്വബർ എന്ന് പറയുമ്പോൾ ആശയം അവർ സ്വീകരിച്ചിരിക്കുന്ന ആശയത്തെ ശക്തമായി അടുത്ത് പിടിപ്പിച്ച് മനോധാർഢ്യമുണ്ടാക്കിയെടുക്കുകയും ഏത് തരത്തിലുള്ള ഗുൽമാണെങ്കിലും, ഏത് തരത്തിലുള്ള അക്രമമാണെങ്കിലും, മർദ്ദക ഭരണകൂടമാണെങ്കിലും, മർദ്ദകരായ ശത്രു ആണെങ്കിലും, എല്ലാ തരത്തിലും എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിപ്പിക്കാൻ പറ്റുന്ന, റസൂലിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വബർ നിലനിർത്തണം എന്ന് അവർ പരസ്പരം ഉപദേശിക്കുകയും അവരുടെ രചനകളിൽ പ്രധാന ഭാഗമായി മാറിയിരുന്നു. ഇതുകൊണ്ട് തന്നെ
ഈ നേരത്തെ പറഞ്ഞതുപോലെ ജിഹാദും അതുപോലെ സുഹുദും അതിൻ്റെ കൂടെ തന്നെ ആ സ്ഥൈര്യവും മനോദാഢ്യവും സ്ഥൈര്യവും ആ സാഹചര്യത്തോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ക്ഷമയും ഒരുപോലെ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് അവർ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെയും നിലനിൽക്കുമ്പോൾ അത്യാവശ്യമായും ഒരാളുടെ ജീവിതത്തിൽ വേണ്ട മറ്റു ചില കാര്യങ്ങളാണ് ഖുർബത്ത്, തഖ്വ, സുഹ്ബത്ത്, ഇഹ്സാൻ എന്നുള്ള പദപ്രയോഗങ്ങൾ. ഈ പറയുന്ന പദപ്രയോഗങ്ങളെല്ലാം അതായത് സാമീപ്യം, പ്രത്യേകിച്ച് ഈ ഖുർബത്തും സുഹ്ബത്തും എന്നത് പറയുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഒരുപക്ഷെ സൂഫി ഫിലോസഫിയിലെ, അവരുടെ മിസ്റ്റിക് ഫിലോസഫിയിലെ പ്രധാന ഘടകങ്ങളാണ്, അടിസ്ഥാന ഘടകങ്ങളാണ്. ഒരാളുടെ തഖ്വ എത്രത്തോളം ഭംഗിയാവുന്നോ അത്രത്തോളം അയാൾ ഇഹ്സാൻ, മുഹ്സിനായി മാറുന്നു. മുഹ്സിൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ അത് ഭംഗിയായി പൂർത്തിയാക്കുന്നതിനാണല്ലോ ഇഹ്സാൻ എന്നതിന് പറയുക. അപ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന് പറയുന്ന ആ ആശയം, അതായത് അള്ളാഹുവിനെ കാണുന്നത് പോലുള്ള ഇബാദത്ത് നടത്തുക. അപ്പോൾ ഈ ചർച്ചകളിലെല്ലാം സൂഫി ടെർമിനോളജികളിലും അവരുടെ ഈ പറയുന്ന ചർച്ചകളിലെല്ലാം അള്ളാഹുവിനെ കാണുന്നു, ഈ ദുനിയാവിൽ തന്നെ കാണുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിസം, ഒരു പ്രവർത്തനം ചെയ്യുക എന്ന് പറയുന്ന തരത്തിലേക്ക് അവരെ മെറ്റഫറിക്കലായി പറയുന്ന കാര്യത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിക്കുന്ന ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ അവരുടെ ആക്ഷൻസ്, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് അമലിനെ സ്വാലിഹാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവരിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അവരുടെ ജീവിതത്തെയും ചിന്തകളെയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഈ ഇഹ്സാൻ എന്നത് ഒരു കാര്യത്തിൻ്റെ പെർഫെക്ഷനത, അത് അള്ളാഹു കാണുന്നു എന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൂർണ്ണത, അത് ജീവിതത്തെ കൂടുതൽ പ്രശോഭിതമാക്കുവാൻ, പ്രവർത്തനത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ, അതുപോലെ തന്നെ അത് സ്വീകാര്യപ്രദമാക്കുന്നതിലും അവർക്ക് അങ്ങനൊരു പരിശ്രമം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. മറ്റൊന്നാണ് സുഹ്ബത്ത് എന്ന് പറയുന്ന പദപ്രയോഗം. അതായത് സുഹ്ബത്ത് എന്നത് അറബിയിൽ സാമീപ്യവും അടുത്തിരിക്കുക അല്ലെങ്കിൽ കൂടെ ആവുക എന്നതാണെങ്കിലും ഈ പേർഷ്യൻ, പ്രത്യേകിച്ച് തുർക്കിക് ലോകങ്ങളിൽ സുഹ്ബത്ത് എന്ന് പറയുന്നത് കൂടെ സഹബസം എന്ന് പറയുന്ന മറ്റൊരർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു കുറച്ച് നേരം ഒന്നിച്ചിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരു ചർച്ചാ കേന്ദ്രമായി മാറുക, അവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും മുസ്ലിങ്ങളെയും കുറിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു ചർച്ച, ദിക്ർ നടക്കുക, ഒരു സ്മരണ നടക്കുക. ഈ സ്മരണയിൽ കൂടി കിട്ടുന്ന ചിന്ത, അവിടുന്ന് കിട്ടുന്ന വെളിച്ചം, അതായത് മാനസികമായ വെളിച്ചം, ഭൗതികമായ വളർച്ച, ഇത് ആ പറയുന്ന റൗണ്ടിനെ, സർക്കിളിനെ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പ്രവർത്തനത്തെ അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള, വൈജ്ഞാനികമായിട്ടുള്ള, അത് മാത്രമല്ല സാമൂഹിക ഇടപാടുകൾ ലഭിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈ സുഹ്ബത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇവരുടെ സൂഫി കൂട്ടമായിട്ടാണ് പലപ്പോഴും യാത്ര ചെയ്യുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു സത്രങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുകയും അവിടെ വരുന്നവർ വിദ്യാർത്ഥികളോ മറ്റുള്ളവരും അവരെ വന്ന് കാണുകയും അല്ലെങ്കിൽ അവരെ ചെന്ന് കാണുകയും അവരിൽ നിന്ന് ഒരു സുഹ്ബത്ത് വളർത്തിയെടുക്കുകയും ആ സുഹ്ബത്ത് ഒരു സംഘമായി മാറുകയും അതിൽ നിന്നൊരു സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് സാമൂഹികമായ ചലനാത്മകതയ്ക്ക് ഒരു വളമിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂഫി ത്വരീഖത്തുകളിൽ ഇന്നും, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ തുർക്കിക് ഭാഗത്ത്, ഈ സുഹ്ബത്ത് എന്ന് പറയുന്നത് അവരുടെ സൂഫി ത്വരീഖത്തുകളുടെ വളർച്ചയുടെ പ്രധാന യൂണിറ്റുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുഹ്ബത്തിനൊരു ആത്മീയ വളർച്ചയുടെ പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ആ സൂഫി ഘടകങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആത്മീയ, വൈജ്ഞാനിക, സാമൂഹിക വളർച്ചയ്ക്ക് പ്രധാന ഹേതുവും കൂടിയായി മാറുവാൻ ഈ സുഹ്ബത്തിന് കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇൽമ്, അതായത് സുഹ്ബത്തുമായി തന്നെ ആ സുഹ്ബത്തിൻ്റെ ഭാഗവും കൂടി കടന്നു വരുന്നതാണ് ഇൽമ്. ഇൽമ് എന്ന് പറയുന്നത്, അതായത് തസവുഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്നുകിൽ ഈ സൂഫികൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത്,
അവർ പറയുന്നത് യാത്രകൾ ചെയ്യുന്നത് വൈജ്ഞാനിക സമ്പാദനത്തിനാണ്, അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രസരണത്തിനാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന ഘടകങ്ങളാണ് യാത്രയിൽ. കൂടുതൽ യാത്ര ചെയ്യുന്നതോടുകൂടി കൂടുതൽ അള്ളാഹുവിലേക്ക് എത്തുന്നു, അള്ളാഹുവിൻ്റെ ത്വരീഖത്തിലാണ്, ആ വഴിയിലാണ്. അതിൻ്റെ കൂടെ തന്നെ ആ വഴിയിൽ ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ, കാണുന്ന ഷെയ്ഖന്മാർ, അവരുടെ ഉസ്താക്കൾ, അവരിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം. അതുകൊണ്ട് വിജ്ഞാന സമ്പാദനവും വിജ്ഞാന പ്രസരണവും ഈ യാത്രകളിലെ ഒരു പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൽമ് ഈ ഒരു തരത്തിൽ തസവുഫിൻ്റെ പ്രധാന സൂഫി ഷെയ്ഖന്മാരുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ സൂഫി ഗ്രന്ഥങ്ങളിലും ഇൽമിൻ്റെ സമ്പാദനം അല്ലെങ്കിൽ ഇൽമിന് പ്രസരണം പ്രധാന ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസാലിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇൽമ് എന്നതിനെ ഒരുപാട് ധാരാളം വിശദീകരിക്കുകയും കിതാബുൽ ഇൽമിനെ പോലുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിൻ്റെ കൂടെ തന്നെ അവാരിഫുൽ മആരിഫ് എന്നൊക്കെ പറയുന്ന സുഹ്റവർദിയുടെ രചനകളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇൽമ് സ്വീകരിക്കേണ്ട രീതികളും അതിൽ വരുന്ന പ്രശ്നങ്ങളും ഇൽമ് മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നാലുള്ള പ്രശ്നങ്ങൾ സഹിതം ഈ പറയുന്ന രചനകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇൽമ് ജനത്തിന് ഉപകാരപ്രദമാവുന്ന തരത്തിലേക്ക് മാറണം. അതുകൊണ്ടാണ് നല്ലവരായ പണ്ഡിതന്മാരെന്നും മോശപ്പെട്ട പണ്ഡിതന്മാരെന്നൊക്കെ തരത്തിലുള്ള ഇമാം ഗസാലിയുടെ വേർതിരിവുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇൽമ് ജഹാലത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രധാന ഒരു അടിസ്ഥാന കൺസെപ്റ്റുകൾ ഒന്നാണ്. കുഫർ പോലും ജഹാലത്തിൽ നിന്ന് രൂപപ്പെടാം, അതിൽ നിന്ന് വളർന്നു വന്ന് ദൈവനിഷേധത്തിലേക്കും പോലും പോവാം എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. മൗലാന മൗദൂദി ഒരിടത്ത് പറഞ്ഞത്, അബൂജഹലിനോടും ഒരു കാലഘട്ടത്തിലെ അബൂജഹലിനോടും ഫിറൗനിനോടും ഏറ്റുമുട്ടാത്ത ഒരു ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൽമ് അത് നേടിയെടുക്കുന്നത് സൂഫി ചിന്തകളുടെയും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൽമ് അത് മഅരിഫത്തിലേക്ക്, അള്ളാഹു എന്ന് പറയുന്ന പരമസത്യത്തെ അറിയുന്നതിൻ്റെ ഒരു ആശയമായി തസവുഫിൻ്റെ പ്രധാന പ്രിൻസിപ്പിളുകളിൽ ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന രീതി. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസാലി അൽ മുൻഖദ് മിനൽ ളലാൽ എന്ന് പോലുള്ള രചന പോലും എഴുതിയത്. അതായത് താൻ മാനസികമായും വൈജ്ഞാനികമായും അനുഭവിച്ചിരുന്ന ആ ഇരുളടഞ്ഞ യുഗത്തിൽ നിന്ന് ഒരു അദ്ദേഹം അൽ മുൻഖദ് മിനൽ ളലാൽ എന്ന് പറയുന്ന രചന തന്നെ എഴുതിയത്. അതുകൂടാതെ തന്നെ ആത്മീയ വൈജ്ഞാനിക വളർച്ചയിൽ സൂഫി രചനകളിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് ദിക്ർ എന്ന് പറയുന്നത്. അതായത് ദിക്ർ അള്ളാഹുവിനെയും നബിയെയും ദീനിനെയും, അള്ളാഹുവും നബിയും ദീനും ഈ മൂന്നിനെയും പഠിപ്പിച്ചു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചുമുള്ള നിരന്തരമുള്ള സ്മരണ. അതായത് അള്ളാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം, പഠനവും അതുപോലെ തന്നെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ സംവിധാനത്തെയും ആ സിസ്റ്റത്തെയും കുറിച്ചുമുള്ള നിരന്തര ചർച്ചയും ചിന്തയും, ഇത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത ഔലിയാക്കളെക്കുറിച്ചുള്ള നിരന്തര ബോധവും അവരെക്കുറിച്ചുള്ള നിരന്തര സ്മരണയും ഇത് അനിവാര്യമായ ഒരു ഭാഗമാണ്. അതായത് ഒരാളുടെ ആത്മീയ വൈജ്ഞാനിക വളർച്ചയിൽ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മളുടെ ആത്മാവ്, നമ്മളുടെ ആത്മീയ ജീവിതം, നമ്മളുടെ എല്ലാ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സമർപ്പണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണമൊക്കെ നടക്കണമെങ്കിൽ അവരെക്കുറിച്ചുള്ള നിത്യസ്മരണ ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് സൂഫി പണ്ഡിതന്മാർ പ്രധാനമായി എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ദിക്റും അതുപോലെ തന്നെ ദിക്റിൻ്റെ കൂടെ നിരന്തരം ഇസ്തിഗ്ഫാറും തൗബയും ഈ പറയുന്ന സൂഫി പണ്ഡിതന്മാർ ചേർത്ത് പറയുന്നത്.
പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. പാപിയായ ഒരു മനുഷ്യനിൽ നിന്ന് നല്ലവനായ ഒരു മനുഷ്യനിലേക്കുള്ള ഒരു സഫറും കൂടിയാണ്, ഒരു യാത്രയും കൂടിയാണ്. അതായത് സത്യത്തിലേക്ക് എത്തേണ്ട ഒരു യാത്ര കൂടിയാണ്. അതുകൊണ്ട് അവിടെ തൗബയും ഇസ്തിഗ്ഫാറും മഗ്ഫിറത്തും നിരന്തരം ഉപയോഗിക്കപ്പെടേണ്ട രീതികളാണ് എന്ന് സൂഫി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ എന്നത് പലതരത്തിലുള്ളതാണ്. അതായത് ദിക്ർ കലാമായി മാറും. അതായത് നിരന്തരം വാഗൊണ്ട് സ്മരിക്കുക, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ട് ജപിക്കുക എന്ന തരത്തിലുള്ള അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഈ പറയുന്ന സലഫ് സാലിഹ്കളെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും നിരന്തരം വാഗൊണ്ട് സ്മരിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇവരെക്കുറിച്ച് വായിക്കുക. അതൊരു മറ്റു തരത്തിലുള്ള ദിക്റാണ്. അതായത് വായനയും പഠനവും ദിക്റിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഈ ദിക്ർ ഒരാളുടെ ആത്മീയ വളർച്ച, അള്ളാഹുവിനോടും ദീനിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള സാമീപ്യത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വായന, ഖിറാഅത്ത് എന്നത് ദിക്റിൻ്റെ ഭാഗമായി അവർ കൂടുതൽ വിശദീകരിക്കുന്നു. മറ്റൊന്നാണ് സമ, അത് കേൾവി, ലിസണിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. അതായത് ഇത് എപ്പോഴും വായിക്കുകയും അത് ദിക്ർ ചെയ്യുകയും മാത്രമല്ല, അങ്ങനെയുള്ള സദസ്സുകളിൽ, മജ്ലിസുകളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധാപൂർവം വിനയാന്യുതനായി കേട്ട് പഠിക്കുക എന്ന് പറയുന്നതും അതും മറ്റൊരു തരത്തിലുള്ളതാണ്. അതുകൂടെ തന്നെയാണ് തഫക്കുർ, അതായത് ചിന്തിക്കുക. ഈ ധ്യാനം, ചിന്ത, അതിനെക്കുറിച്ചുള്ള മനനങ്ങൾ എല്ലാം തസവുഫിൻ്റെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് മുറാഖബത്ത് എന്നുള്ള പദമാണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ കാണാൻ കഴിയുന്ന തസവുഫിൻ്റെ രചനകളിലും ഈ സൂഫി പണ്ഡിതന്മാരുടെ ജീവിതത്തിലുമെല്ലാം. മുറാഖബത്ത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ധ്യാനമാണ്. അതായത് ചിന്തിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അള്ളാഹു, റസൂൽ, ദീൻ, ഔലിയാക്കൾ, ഇതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള എല്ലാം ഇസ്ലാമുമായും ഈ അള്ളാഹുവും റസൂലും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട സകലതും ഇരുന്ന് ആലോചിക്കുക. അതായത് ആ ആലോചനയിൽ നിന്ന്, ഈ മനനത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഖുർബത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ മുറാഖബ എന്നുള്ള പേര് അവർ സാധാരണ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഫഖർ. അതുപോലെ നേരത്തെ സുഹദിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുക. അതിൻ്റെ മറ്റൊരു പദപ്രയോഗം കൂടിയാണ് ഫഖർ. സാധാരണ ദാരിദ്ര്യം എന്നുള്ള അർത്ഥമാണ് ഇതിന് കൊടുക്കാറെങ്കിൽ പോലും ഫഖറിന് എന്ന് ഇവരുദ്ദേശിക്കുന്ന പ്രധാന അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലേക്ക് വരുന്നു, അള്ളാഹുവിലേക്ക് പോകുന്നു. അതായത് ഞാൻ എപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിൽ ഫക്കീർ ആയതുപോലെയാണ് ജീവിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഫക്കീർ ആവണമെന്നല്ല യഥാർത്ഥത്തിൽ അവർ എല്ലാവരും പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പ്രമുഖരായ എല്ലാ സൂഫി ഷെയ്ഖന്മാരും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ജീവിതം നയിച്ചിരുന്ന, സാമൂഹികമായ സാമ്പത്തികമായ ഇടപാടുകളെല്ലാം കൈക്കൊണ്ടവരായിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും. സുഹ്റവർദിയെ പോലുള്ള, ഷിഹാബുദ്ദീൻ സുഹ്റവർദിയെ പോലുള്ള സുഹ്റവർദിയ സിൽസിലയുടെ പ്രധാന ഷെയ്ഖന്മാർ തന്നെ ആണല്ലോ അദ്ദേഹം തന്നെ പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ജീവിതം അത്യാവശ്യമില്ല. അതുമാത്രമല്ല, നല്ലൊരു സ്ഥിരമായൊരു ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പോലും അതേസമയം തന്നെ നമ്മുടെ ചിന്തകളിൽ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫക്കീറാവുന്ന, എനിക്കുള്ളതെല്ലാം സമൂഹത്തിനും ബാക്കിയുള്ളവർക്കും വേണ്ടി വകവെച്ച് കൊടുക്കുന്ന ആ ഒരു ആശയം യഥാർത്ഥത്തിൽ ഫഖർ അല്ലെങ്കിൽ ഫക്കീർ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഫർ, യാത്രകൾ ചെയ്യുക എന്നത് ആധ്യാത്മിക വളർച്ചയിലെ പ്രധാന ഒരു ആശയമായി സൂഫി രീതികളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് യാത്രകൾ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹബത്തിനുള്ള ഒരു ഭാഗമായി മാറുന്നു. വൈജ്ഞാനിക ആത്മീയ പ്രസരണത്തിനും സമ്പാദനത്തിനുമുള്ള മാർഗമായി മാറുന്നു. അതുപോലെ തന്നെ യാത്രകൾ ഗുണപാഠങ്ങൾക്കുള്ള, ഖുർആൻ പരാമർശിച്ചത് ഖൈബറത്ത് ലഭിക്കും, ഗുണപാഠങ്ങൾ അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ലഭിക്കുമെന്നാണല്ലോ. ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് സൂക്ഷിപ്പിച്ചുകൊണ്ട്
യാത്രകൾ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്ന് ഖുർആൻ പറയണത്. അതുതന്നെ ഈ യാത്രകളിൽ കൂടി ധാരാളം ഗുണപാഠങ്ങൾ ലഭിക്കാൻ, വ്യക്തിജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ, ധാരാളം സത്യങ്ങൾ നേരിട്ടറിയാൻ, ഇൽമ് സമ്പാദിക്കാൻ, മഅരിഫത്തിലേക്ക് എത്തിച്ചേരാൻ എന്നതിനൊക്കെയും സഫറുകൾ, യാത്രകൾ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായി തന്നെ ഖുർആനും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രാമുഖ്യം അതിന് നൽകിയിരിക്കുന്നത്. അത് സൂഫികൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ ഖിദ്മത്ത് എന്നത് മറ്റൊരു പ്രധാന ആശയവും കൂടിയാണ്. അതായത് ഖിദ്മത്ത് എന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനസ്സുള്ളവരായി മാറുക, സേവനം സമർപ്പിക്കുക, ചെയ്യുക എന്നതും അത് ആ ഖിദ്മത്തിൽ കൂടി അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ്. നക്ഷബന്ദി സൂഫി സിൽസിലയുടെ പ്രധാനപ്പെട്ട 11 അടിയാധാരങ്ങളിൽ, പ്രിൻസിപ്പുകളിൽ ഒന്നാണ് ഖൽവത്ത് ദർ അഞ്ചുമൻ. അതായത് ഖൽവത്ത് ദർ അഞ്ചുമൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയെ. അഞ്ചുമൻ എന്ന് പറയുന്ന ഒരു സംഘം, ഒരു മീറ്റിംഗ് പോലുള്ള അർത്ഥമാണുള്ളത്. ഖൽവത്ത് ഏകാന്തത, ഒറ്റപ്പെടുക, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള ആശയം. അതായത് നമ്മൾ മുഴുവനും ജനങ്ങൾക്കിടയിലും ജനങ്ങൾക്കൊപ്പവും ആയിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് അള്ളാഹുവിനോട് കണക്ട് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് റിസാമന്തി എന്നുള്ള പദം ഉറുദുവിൽ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൃപ്തിയാവുക. വറദുഹു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സർവ്വതരത്തിലും തൃപ്തി അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന വിശ്വാസികളുടെ ഗണത്തിൽപ്പെടുത്തണമേ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. ആ ഒരു തരത്തിൽ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുന്ന തരത്തിലുള്ള ഒരാശയം. അതുകൊണ്ടാണ് ഖിദ്മത്ത് സൂഫി പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ പ്രധാന ഘടകമായി മാറുന്നത്. സേവന മനസ്സുള്ളവരായി മാറുക, സേവനം അനുഷ്ഠിക്കുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇസ്ലാമിൻ്റെ പ്രസരണത്തിന്, ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് സൂഫികളുടെ ഈ ഒരു രീതി, സേവനം, ജനങ്ങൾക്ക് സഹായിക്കുക, സപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക്, മർദ്ദിക്കപ്പെടുന്ന ആൾക്കാർക്ക്, പാവപ്പെട്ടവരെ സഹായിക്കുക, പലതരത്തിലുള്ള സഹായം കൊടുക്കുക, ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളമായി മാറുകയും അത് മുഖേന ഒരുപാട് ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ മൗലാന റൂമിയുടെ അദ്ദേഹത്തിനോട് പേരിൽ കിടക്കുന്ന ആ നൃത്തത്തിൽ പോലും കാണിക്കുന്ന ഒരു കൈ മുകളിലും മറ്റൊരു കൈ താഴേക്കും കാണിക്കുന്നതിൻ്റെ യഥാർത്ഥ ആശയങ്ങളിലൊന്ന് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുകയും ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മീഡിയമായി മാത്രം വർത്തിക്കുന്ന ഒരാശയത്തെയാണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ധനമാവാം, വിജ്ഞാനമാവാം, ഇത് രണ്ടും മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ഒതുങ്ങിക്കെട്ടി കിടക്കേണ്ടതല്ല. അത് വിതരണവും പ്രസരണവും ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ്. അതിന് ആ കറങ്ങുന്നത് കൊണ്ട് ഉദ്ദേശം അതിനൊരു കണ്ടിന്യൂറ്റി, അതിനൊരു നൈരന്തര്യവും കൂടി വേണം എന്നതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു മെറ്റഫറിക്കൽ രീതിയാണ്, ആർട്ടിസ്റ്റിക്കൽ രീതിയാണ് ആ ഡാൻസ്. അപ്പോൾ വിജ്ഞാനവും ധനവും തങ്ങളിലേക്ക് ഒതുങ്ങിക്കിടക്കാതെ ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കുക, അതൊരു രീതിയായി മാറ്റുക, അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖിദ്മത്ത് എന്നത് പ്രധാന ഒരു രീതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ടർക്കിഷ് ഭാഷകളിലും തുർക്കി ലോകത്ത് ഹിസ്മത്ത് എന്നുള്ള പദമായി അത് മാറിയിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ, അതായത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇബാദത്തിൻ്റെ വർധനവും സാമൂഹിക ജീവിതത്തിലെ ഇടപാടുകളുടെ വർധനവും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നൊക്കെ സൂഫി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രധാനമായും ധാരാളം മറ്റു ചില പണ്ഡിതന്മാരെയും കുറിച്ച് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും. അതായത് ഹസ്രത്ത് അബു ഖാസിം അൽ ജുനൈദ് അൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം എപ്പോഴും എടുത്ത് പറയാറുള്ള തൗബ, ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, റജാ, ഒരു പ്രതീക്ഷ നിലനിർത്തുക, അതുപോലെ തന്നെ മുറാഖബ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമുള്ള മെഡിറ്റേഷൻ, അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ഔലിയാക്കളെയും അതിനെക്കുറിച്ചുള്ള നിരന്തരമുള്ള ഒരു ചിന്ത നിലനിർത്തുക. അതുപോലെ തന്നെ വർത്തമാനങ്ങളിൽ ഒരു
ലാളിത്യം നിലനിർത്തുക. അതായത് ഒരു കാര്യം ഒരാളിലേക്ക് നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട നമ്മളുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്താണാവട്ടെ മറ്റൊരാളിലേക്ക് സംവേദനം ചെയ്യണമെങ്കിൽ ലാളിത്യം അനിവാര്യമാണ്. ആ ഒരു കാര്യം ഉണ്ടാവുമ്പോഴാണ് ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് വളരെ സുന്ദരമായി പറയാൻ പറ്റുകയുള്ളൂ. അതുപോലും ഇത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാക്കി കരുതണമെന്നാണ് അബുൽ ഖാസിം അൽ ജുനൈദ് അൽ ബാഗ്ദാദി അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഹിമ്മത്ത്, ദാഢ്യത്തിൻ്റെ ഹൈഫുൽ ഹിമ്മ, അതായത് ഒരു മനോദാഢ്യം ഉണ്ടാക്കിയെടുക്കുക, ഒരു സ്ഥൈര്യവും നിലനിർത്തുക എന്നതും. അതുകൊണ്ട് അതല്ല എങ്കിൽ സ്ഥൈര്യത്തിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ സ്ഥൈര്യം അതിൻ്റെ അഭാവം ഒരുപക്ഷെ ശരിയായ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തെ സൃഷ്ടിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമുക്ക് അബുൽ ഖാസിം ജുനൈദ് അൽ ബാഗ്ദാദിയുടെ രചനകളിലും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലും നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ രചനകളിൽ അദ്ദേഹത്തിൻ്റെ അൽ ഗുനിയ ആവട്ടെ അല്ലെങ്കിൽ ഫതഹുർ റബ്ബാനി ആവട്ടെ നിരവധി രചനകളിലുമെല്ലാം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹസനുൽ ബസരി ആവട്ടെ, ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഇമാം ഗസാലി ഇവരുടെയൊക്കെ രചനകളിലെല്ലാം ആത്മീയമായിട്ടുള്ള ചിന്തകളെ അത് വെറും ആത്മീയ പ്രതലങ്ങൾ മാത്രം ഒതുക്കാതെ അത് സാമൂഹികമായ എല്ലാ മുസ്ലിമിൻ്റെ എല്ലാ ജീവിത തലത്തിലും കൂടി എല്ലാ ജീവിതത്തെയും കൂടി ബന്ധിപ്പിക്കുന്ന ഘടിപ്പിക്കുന്ന ചിന്തകളാണ് ഈ പറയുന്ന സൂഫി ടെർമിനോളജികളിലൂടെ ഈ പണ്ഡിതന്മാരെല്ലാം ഈ മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ തരത്തിൽ ഈ സൂഫി പണ്ഡിതന്മാർ അവരുടെ ടെർമിനോളജികളിലൂടെ നിരന്തരം അവരുടെ രചനകളിൽ കാണുന്ന പദാവലികളിലൂടെ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക ജീവിതം, അത് ആത്മീയവും എല്ലാ തരത്തിലുമുള്ള ജീവിതവും കൂടെ നമുക്കതിന് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രയോഗം. ആ ഒരു തരത്തിലേക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടു പോകുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അള്ളാഹുവിൻ്റെ മഅയ്യത്ത് സാമീപ്യം ലഭിക്കുവാൻ ഈ തരത്തിലുള്ള ടൂളുകൾ, ഈ തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവരുടെ രചനകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.